നാടകം കലക്കി. ഇന്നത്തെ ഒറ്റ കളി കൊണ്ട് 24 നാടക ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ കൊല്ലം ഉർവശി തിയേറ്റേഴ്സ് ഒരലക്കും. ഈ സന്തോഷം നമുക്ക് ഇന്ന് ആഘോഷിക്കണം. ഇന്നത്തെ മുഴുവൻ ചെലവും ഈ എന്റെ വക. വണ്ടി പോട്ട പോറ്റി ഹോട്ടലിൽ ഇഡ്ഡലിയോ ദോശയോ പരിപ്പുഴയോ പഴംപൊരിയോ. ഇന്നത്തെ ദിവസമെങ്കിലും എച്ചിത്തരം കാണിക്കാതിരിക്കും മത്തായിച്ചേട്ടാ. വണ്ടി ഹോട്ടൽ ഇന്റർനാഷണലിലേക്ക് കാശ് ഞങ്ങൾ കൊടുത്തോളാം. കാശ് നീ കൊടുക്കേണ്ട, കാശ് എന്റെ കയ്യിലുണ്ട്. ഇന്റർനാഷണൽ. പക്ഷേ ഒരു തീറ്റ മത്സരത്തിനല്ല നമ്മൾ പോണത്, അത് മനസ്സിൽ വെച്ചാ മതി. വണ്ടി ഇന്റർനാഷണലിലേക്ക് പോട്ടെ. വണ്ടി പോകാൻ വരട്ടെ, വണ്ടിയിൽ ഒരാൾ കുറവുണ്ട്. കുറവാ? അതാരാ? എല്ലാവരും കയറിയില്ലോ? ശകുന്തള കയറിയിട്ടില്ല. അയ്യോ, ഈ പെണ്ണെന്താ കയറാഞ്ഞേ? ശകുന്തള കയറിയിട്ടില്ലേ? എടാ, അവൾ അവിടെ എവിടെയെങ്കിലും നിന്ന് കരയായിരിക്കും. നിങ്ങൾ രണ്ടുപേരും നിന്ന് ക്ഷമ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. ഇന്ന് അവളില്ലെങ്കിൽ കാണായിരുന്നു. ഇറങ്ങി പാടങ്ങട്, ഇറങ്ങി വരാൻ. അടക്കല്ലേ. ഞങ്ങളുടെ ഒരു നടി അതിന്റെ അകത്ത് വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങളുടെ നായിക ശകുന്തള. ശകുന്തളയോ? ആ പെങ്കൊച്ച് നേരത്തെ പോലെ സാറേ. നേരത്തെ പോയോ? എങ്ങോട്ട്? സിനിമയ്ക്കാ? വിടുന്ന വണ്ടി സിനിമ തിയേറ്ററിലേക്ക്. ഈ നേരത്തെ ഏത് സിനിമ? സെക്കൻഡ് ഷോ കഴിഞ്ഞ് തേർഡ് ഷോ. അതും ശരിയാണല്ലോ. പിന്നെ ഏത് സിനിമ കാണാനോ പോയത്? സിനിമ കാണാൻ പോയെന്നല്ല സാറേ പറഞ്ഞത്. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നാ പറഞ്ഞത്. സിനിമയിൽ അഭിനയിക്കാനോ? നിനക്കൊക്കെ തൃപ്തിയായില്ലടാ. പോറ്റി പറ്റില്ല. ഇന്റർനാഷണൽ നിന്നൊക്കെ ശരിയാക്കി തരാടാ ഞാൻ. മത്തായിച്ചേട്ടന്റെ ദേഷ്യം കണ്ടാ തോന്നൂല. ഞങ്ങളാണ് അവളെ സിനിമയിലോട്ട് വിളിച്ചോണ്ട് പോയത്. ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടൊന്നുമല്ല അവള് പോയത്. ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവള് പോകും. പോകാൻ ഒരുങ്ങി തന്നെ വന്നത്. എങ്കിൽ നാറിപ്പോയനെ. ഇതിപ്പോ നല്ല ചീത്ത പറഞ്ഞിട്ടാണല്ലോ അവളെ പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് മത്തായിച്ചേട്ടൻ സമാധാനപ്പെടാ. സിനിമ വേണ്ട, നാടകം മതി എന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ എടവും വലവും നിന്ന് തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഞാനിപ്പോ സമാധാനപ്പെടണല്ലേ? എടാ, ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പറയാൻ കൊള്ളാവുന്ന ചീത്തയാണടാ നിങ്ങളൊക്കെ പറഞ്ഞത്, പട്ടികളെ. അല്ല, അതിപ്പോ ഞാൻ അതിപ്പോ ഇല്ല. അവളെ നീ ഇത്രയും ചീത്ത വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാനും ചീത്ത വിളിച്ചു. ഒന്നും വിളിച്ചില്ലേ? നീ അവളെ ഗദ്ദെന്ന് വിളിച്ചില്ലേ? പിത്തക്കാടിന്ന് വിളിച്ചില്ലേ? അത് ഞാൻ മാത്രമല്ല, മത്തായിച്ചേട്ടനെ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചു. എനിക്ക് അധികാരമുള്ളൂ. ഞാൻ വിളിച്ചു. കാരണവന്മാർക്ക് അടുപ്പിലും തുറന്ന് ഒരു പഴം ചൊല്ലുണ്ട്. അത് ആദ്യം മനസ്സിലാക്കും. മത്തായിച്ചേട്ടൻ അടുപ്പിൽ അലമാരിൽ എവിടാന്ന് വെച്ചാൽ തട്ടിക്കോ. അതേപോലെയാണോ നീ സ്റ്റേജ് വെച്ച് അവിടെ കടന്ന കുട്ടിക്കല്ലേ നീ അടിച്ചത്? അതൊക്കെ എന്റെ ആക്ടിംഗ് അല്ലേ? ആക്ടിങ്. അവക്ക് ടൈമിംഗ് ഇല്ലാത്ത എന്റെ കുഴപ്പമാണോ? നമ്മൾ അടിക്കുമ്പോ ഇങ്ങനെ നിൽക്കണം. നമ്മൾ അടിക്കുമ്പോ മുഖം കൊണ്ടുവന്ന അടിയോളൂ. അപ്പൊ നീ മനഃപൂർവ്വം അടിച്ചല്ല. നിനക്ക് മനഃപൂർവ്വം തോന്നി. അതാണ് ആക്ടിങ്. നിനക്കില്ലാത്തത്. ചുമ്മാ അല്ലടാ. ഫസ്റ്റ് ഡേ 24 നാടകം ബുക്ക് ചെയ്തു. പിന്നെ കൂടെ അഭിനയിക്കുന്നവർ അണപ്പല്ലടിച്ചളക്കിട്ടല്ലേ നാടകം ബുക്ക് ചെയ്യുന്നത്. വാഷ് പീസിന് അവളെ കട്ടച്ചോര തുപ്പിയത്. കട്ടച്ചോര നന്നായി പോയി. നിന്റെ വൈഫൊന്നും അല്ലല്ലോ, പെങ്ങളൊന്നും അല്ലല്ലോ. ഇത്ര ദണ്ണം വരാൻ എനിക്കൊരു ദണ്ണമില്ല. അടുത്ത നാടകത്തിന് വേറെ നായിക ഉണ്ടായിക്കോണം. ഉണ്ടാക്കൂടാ. അവൾ ഈ ഭൂമിയിലെ അവസാനത്തെ നടിയൊന്നുമില്ലല്ലോ. വേറെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ. മത്തായിച്ചേട്ട അവൾക്ക് വരെ 1000 എണ്ണത്തിന് ഞാൻ കൊണ്ടുവരും. 1000 എണ്ണത്തിന്. 1000 എണ്ണത്തിന് കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ചെലവിനോട് കൂടാ. എടാ, ഒരെണ്ണത്തിന് കൊണ്ടുപോടാ. ഒരെണ്ണത്തിന് അവിടെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരെണ്ണത്തിന് കൊണ്ടുപോവാ. ശരി, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇനി ഒരു നായികയെ കണ്ടെത്തിയിട്ടല്ലാതെ ഈ ഗോപാലകൃഷ്ണൻ വിശ്രമമില്ല. അപ്പൊ ഈ ജന്മത്തവൻ വിശ്രമിക്കത്തൂല്ല. എടാ, നീ എവിടേക്ക് പോണേ? കണക്ക് നോക്കണ്ടേ? കണക്കൊക്കെ ഞാൻ നോക്കിയോളാ. നീ അവിടെ പോയി കിടന്നു. പിത്തക്കാടി. എന്താ നീ എന്താ പറഞ്ഞ? എന്നെ പിത്തക്കാടി വിളിച്ചു? മത്തായിച്ചേട്ടല്ലേ എന്നെ വിളിച്ചത്? ഞാനാണ് വിളിച്ചത്. ആണോ? അപ്പൊ പിന്നെ എന്നെ വിളിച്ചതാരാ? തോന്നിയതാവും. ടെൻഷൻ. എന്റെ സമനില തെറ്റിന്ന് തോന്നണേ. കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. നാടകം തുടങ്ങാൻ ബെല്ലടിച്ചതല്ല. എഴുന്നേറ്റെ, മണി 8 അവന്റെ നടിയെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ് കറുത്ത കണ്ണടയും ടൈയും കയ്യിലൊരു പെട്ടിയുമായിട്ട് അസൽ കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവനെ വിളിച്ചൊന്ന് പറഞ്ഞേര്. കണ്ട അലവലായ നടികളെ ഒന്നും വിളിച്ചോണ്ട് വരരുത്. ഒടുക്കൻ നായകനാകാൻ എന്നെ കിട്ടത്തില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നിനക്ക് വേണ്ടി ഞാൻ സുസ്മിതാ സെന്നെ കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണ്ട, ഐശ്വര്യ റായ് മതിയോ? ഒരുണക്ക ട്രൂപ്പിനെ പറ്റി എന്തെങ്കിലും ട്രൂപ്പിന്റെ അല്ല, ഒരുണക്ക നായകനായ നീ ഞാൻ കൊണ്ടുവരുന്ന നായികയെ വെച്ച് അഭിനയിച്ചാ മതി. ഗോപാലകൃഷ്ണ ഓടാ. മത്തായിച്ചേട്ടാ, ഒന്നിങ്ങോട്ട് നോക്കിയേ. ഒരു പെണ്ണുണ്ട്. 5 അടി പൊക്കം, മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, ദാ ഇത്രയും മുടിയുണ്ട്. അസലായിട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. അങ്ങനെ എടുത്തി മതിയോ? മതി, അത് മതി. ഇനി ഒന്നും ആലോചിക്കേണ്ട ഗോപാലകൃഷ്ണ. അവളെ ഫിക്സ് ചെയ്തേ. എങ്കിൽ അങ്ങനത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത്. കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടും. ഇവനല്ലേ പോകുന്നത്. മിനിമം 3 എണ്ണത്തിനെങ്കിലും കിട്ടും. ഒരെണ്ണത്തിനെ നാടകത്തിൽ എടുത്തിട്ട് ബാക്കി 2 എണ്ണത്തിനെ മത്തായിച്ചേട്ടൻ എടുത്തു. ഈ ചൂടുള്ള കാപ്പിയെ മോത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഒരു കോമഡി പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഈ നാടക നടികളെ ആരെയും എനിക്കങ്ങനെ പരിചയമില്ലെണ്ണ. പിന്നെ പരിചയമുള്ള ഒരു നാടകക്കാരനുണ്ട്, ഗർവാസീസ് ആശാൻ. ആശാനൊന്നും വേണ്ട, അതൊക്കെ ആവശ്യത്തിന് അവിടെ ഉണ്ട്. നീ നടികളുടെ കാര്യം പറ. അല്ലെണ്ണ, നടികളുടെ കാര്യത്തിലാണെങ്കിലും ആശാനെ പോയി കണ്ടാ മതി. അങ്ങേർക്ക് പരിചയമില്ലാത്ത ഒരു നടി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷേ ഒരു കുഴപ്പമുണ്ട്.
എന്ത് കുഴപ്പം? അങ്ങേരെ കാണാൻ പോകുമ്പോ മറ്റവനും കൂടെ വേണം. മറ്റവനാ? എന്നാ വിളിച്ച് കേറ്റിക്കോ, കാറിൽ സ്ഥലം ഉണ്ടല്ലോ. ഹ, അതല്ലെന്നാ മറ്റവൻ ബ്രാൻഡി. ഓ ബ്രാൻഡിയോ? എന്ത് പണ്ടാരം വേണേലും മേടിച്ചോ, അയാളെ കൊണ്ട് കാര്യം സാധിപ്പിച്ച. ഏറ്റു. കൊള്ളാം, എവനാള് കൊള്ളാം. എന്താ പേര്? പൊന്നപ്പൻ. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ്, ഇതിന്റെ പേരല്ല. നീ പൊന്നപ്പൻ അല്ലടാ, തങ്കപ്പൻ. തങ്കപ്പൻ തങ്കപ്പനല്ല, ഞാൻ പൊന്നപ്പനാണ്. ഡ്രൈവർ പൊന്നപ്പൻ. അത് പണ്ട്. ഇപ്പൊ നീ പൊന്നല്ലടാ, തങ്കമല്ലേ? തനി തങ്കം. ആശാൻ ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാം. ഉർവശി തിയേറ്റേഴ്സ് എന്നല്ല, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. ഉർവശി തിയേറ്റേഴ്സിന്റെ ഓണറും പ്രധാന നടനും ഒക്കെയായ ഗോപാലകൃഷ്ണൻ സാർ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ചെറിയ കാര്യമുണ്ട്. ഇത് അതിനു വേണ്ടി കൊണ്ടുവന്നതാ. ആശാൻ ഒന്ന് തീർത്തു കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇത് ഞാൻ തീർത്തു കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കാം. അയ്യോ, ഇത് തീർക്കുന്ന കാര്യമല്ല പറഞ്ഞത്, തീർക്കേണ്ട കാര്യം വേറെയാ. ഇത് വേറെയുണ്ടോ? എന്താ ഇങ്ങോട്ട് കൊണ്ടുപോവാ? അയ്യോ അതല്ല, സാറ് പുറത്തു നിൽപ്പുണ്ട്, ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്തണം. പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കണം. അത് ഞാൻ ഏറ്റു. ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. എന്തായി പറഞ്ഞോ? കാര്യം നടക്കൂ? പറഞ്ഞില്ല, പക്ഷെ നടക്കും. ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാച്ചി. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? വേറൊന്നുമില്ല, അണ്ണ ഉർവശി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ്, ബെസ്റ്റ് നടനാണെന്നൊക്കെ. വേണമെങ്കിൽ തിരുത്താം. ഒറ്റ വീക്ക് വെച്ചുണ്ടല്ലോ. ഇതാണ് വലിയ ഇല്ലാത്തതും കൈ നിന്നിട്ട് കാച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഞാൻ ബെസ്റ്റ് നടൻ തന്നെ. സോറി. അതിനെന്നാ സോറി പറയുന്നത്? ആശാനെ, ഇതാണ് ഞാൻ പറഞ്ഞ ഗോപാലേഷ സാർ. നമസ്കാരം. നമസ്കാരം. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഈ നിൽക്കുന്ന ഇവനെ അറിയൂ? ഇവൻ ആരാന്നാ വിചാരം? ഇവനാണ് തങ്കപ്പൻ. തങ്കപ്പനോ? ആ തങ്കപ്പൻ. ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണറും പ്രധാന നടനും ഒക്കെയാ ഈ നിൽക്കുന്ന തങ്കപ്പൻ. അയ്യോ ആശാനെ, ഞാനല്ല, ഈ ഇരിക്കുന്ന ഗോപാലേഷ സാർ. ഇങ്ങനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ നീ ഏത് കൊണ്ടാരാ? ഞാൻ പൊന്നപ്പൻ. ഓ പൊന്നപ്പൻ. ഇതാണ് നീ പറഞ്ഞ ആള് തങ്കപ്പൻ. അയ്യോ തങ്കപ്പനല്ല, ഇത് ഗോപാലേഷ സാറ്. ആ ഗോപാലകൃഷ്ണ സാറ്. അപ്പൊ പിന്നെ തങ്കപ്പനോട് പോയി? എവിടെ പോയില്ല, ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് തങ്കപ്പൻ. എന്നെ തന്നെയാണ് ആശാൻ തങ്കപ്പാന്ന് വിളിച്ചത്. ഞാൻ പൊന്നപ്പൻ, ഈ ഇരിക്കുന്നത് ഗോപാലകൃഷ്ണൻ സാറ്. അപ്പൊ ഇതാണ് ഗോപാലകൃഷ്ണൻ സാർ. നീ പൊന്നപ്പനാണ്. എന്താ പൊന്നപ്പ? ഈ ഇരിക്കുന്ന ഗോപാലകൃഷ്ണൻ സാർ ആരാണെന്നാണ് എന്റെ വിചാരം? നീ ഉർവശി മതി 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 മതി. വടി വിഴുങ്ങിയതുപോലെ നിൽക്കാതെ വന്ന കാര്യം പറയടേ. ആശാനെ, സാറിന്റെ ഉർവശി തിയേറ്റേഴ്സിലേക്ക് ഒരു പെൺകുട്ടിയെ വേണമായിരുന്നു. നായികയാക്കാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി. ആശാന്റെ പരിചയത്തിൽ ഏതെങ്കിലും നടികളുണ്ടെങ്കിൽ? ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ നടക്കൂല. അയ്യോ നടക്കൂലേ? നടക്കാത്തൊന്നും പറ്റൂല. ഒത്തിരി ഡാൻസ് ഒക്കെ ഉള്ളതാ. എന്ത് ഡാൻസ് ഒക്കെ ഉള്ളതാണേലും നാടകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരുത്തിയും വരികയല്ല. എല്ലാ സിനിമയിലേക്ക് കയറ്റി പോവില്ലേ. ബാക്കിയുള്ളത് സ്റ്റീരിയയിലേക്ക്. സ്റ്റീരിയലോ? അതെന്തുവാ? ആ സ്റ്റീരിയയിലേക്ക് ഒരു എപ്പിഡോസിൽ അഭിനയിച്ചാ പോരെ. ഒരു കൊല്ലം നാടകത്തിൽ ഉറക്കളയ്ക്ക് വേണ്ടി ഇരട്ടി കിട്ടും. പിന്നെ ആർക്ക് വേണം ഈ നാടകം? അയ്യോ ആശാന്റെ നാടകത്തിലേക്കല്ല, സിനിമയിലേക്കാ. ഉർവശി തിയേറ്റേഴ്സിന്റെ നാടകം ഇപ്പൊ സാറ് സിനിമയാക്കുകയാണ്. ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നായിക. എന്നാ പറയണ്ടേ സാറേ? അല്ലേ സിനിമയ്ക്കാണെങ്കിൽ എത്ര എണ്ണത്തിനെ വേണം? സാറ് എത്ര എണ്ണത്തിനെ വേണേലും ഈ ഗർഭാസിന് കൊണ്ട തരും. സന്ധ്യാവേ, സന്ധ്യാവേ, ഇത് എവിടെ പോയി കിടക്കുക? നീ എന്തിനാ ഈ സിനിമയിലേക്കാണെന്നൊക്കെ പറയാൻ പോയി? പിന്നെ നാടകത്തിനാണെന്ന് പറഞ്ഞിട്ട് വല്ല നടന്നോ? എന്നിട്ട് ഇപ്പോഴോ പെണ്ണ് താനെ വരുന്നത് കണ്ടോ? എവിടെ? സന്ധ്യാവ് ആശാന്റെ കസ്റ്റഡി തന്നെയുള്ള പെണ്ണല്ലേ? ആണോ? നല്ല ബെസ്റ്റ് പെണ്ണാണെന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സന്ധ്യാവേ, സന്ധ്യാവേ. എന്തോ ആശാനെ, ആശാൻ എന്നെ വിളിച്ച? വാടാ. അയ്യേ, ഇതാണ് നീ പറഞ്ഞ ബെസ്റ്റ് പെണ്ണ്. പുളു അടിക്കുന്നതിനും. സോറി അണ്ണ, സോറി. എന്താണ് ആശാനെ? നീ പോയി എന്റെ ഷർട്ട് കൂടെ എടുത്തിട്ട് വേണ എന്റെ സിനിമയിലെടുത്തത്. ഈ നിൽക്കുന്ന സാറാ എന്റെ സിനിമയിലെടുത്തത്. എന്താ ആശാനെ, എന്താ ആശാൻ പറഞ്ഞു എന്നെ കൂടി ഒന്ന് സിനിമയിലെടുപ്പിക്കും? അതെന്തിനാ?
സിനിമ പിടിക്കാനാ? നിന്ന് വൃത്തിയുടെ പറയാതെ പോയി എന്റെ ഷർട്ടും കൂടെ എടുത്തിട്ട് വേണ. ആ ഒരു പെണ്ണുണ്ട് എന്റെ സ്നാപയോ കല്യാണം എന്ന നാടകത്തിൽ നായികയായിട്ട് അഭിനയിച്ചൊരു പെണ്ണുണ്ട്. എന്താ അവളുടെ പേര്? ഉർവശി, ഫിലോമിന, കനക, കൽപ്പന. ഒന്നുമല്ല. ആ പിടികിട്ടി. എൽദോ അങ്ങനെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണല്ലാണ്. അവൻ എന്റെ പഴയ ശിഷ്യനാ. അവനാണ് എനിക്കെന്നാ പെണ്ണിനെ കൊണ്ടെത്തുന്നത്. നമുക്ക് അവനെ പൊക്ക. എന്തിനാ എൽദോ അവനെ സിനിമയിൽ അവനെ സിനിമയിലെടുത്തു. നീ വന്ന് അവന്റെ വീടൊന്ന് കാണിച്ചതാ. വീട് കാണിച്ചെന്നെങ്കിലേ എന്റെ സിനിമയിൽ എന്നാ നിന്നെ സിനിമയിലെടുത്തു. ഏ? വീടൊന്ന് കാണിക്കേ. എന്ന വീടല്ല എന്ത് വേണമെങ്കിലും കാണിച്ചു തരാം. വെറുതെ സമയം പാഴാക്കണ്ട. വാ. എന്താടാ ഇതൊക്കെ? കുരിശായല്ലോ. ചേട്ടാ ആ എൽദോയും കേട്ടോ എന്നാ? എൽദോ കാലത്തെ വന്ന് ചായ കുടിച്ച് കടവും പറഞ്ഞിട്ട് പോയല്ലോ. എന്താ കാര്യം? എൽദോനെ ഞങ്ങൾ സിനിമയിലെടുത്ത് അവനെ കയ്യോടെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാണ്. നമ്മളെ എൽദോനെ സിനിമയിലെടുത്താ കൊണ്ടുപോകാൻ കാറുമായിട്ട് വന്നേക്കണ്. ഈശോയെ, നിങ്ങൾ മേടിക്കണ്ട. എൽദോ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ തപ്പിയെടുത്ത് തന്നിരിക്കും. കേറാൻ പറ്റ എല്ലാരോടും ഇടിച്ചു കയറി എങ്ങോട്ടാ? പിന്നെ എൽദോനെ കണ്ടുപിടിക്കണ്ടേ? കേറപ്പാ. എങ്ങോട്ട് പോവുക? ഇതിനകത്തെ തിക്കും തിരക്കിലും പൊടിഞ്ഞു പോകും. കടയിൽ ആരും ഇങ്ങോട്ട് മാറിയേ. ഒന്ന് ഒതുങ്ങിയിരിക്കുവോ? എടാ വിട്ടോ, ഇനി സ്ഥലമില്ല. വണ്ടി എഴുന്നൂറൊക്കെ നിർത്തിയാ മതി. വിട്രാ. അയ്യോ ആശാനോ? ആശാനെന്താ ഇവിടെ? നിന്നെ അന്വേഷിച്ചു തന്നെ. നീ ഇതിലെ ഓടിയത്? നിങ്ങൾ എല്ലാവരും കൂടി ഓടിച്ചതല്ലേ? കാശ് കൊടുക്കാനുള്ളത് കാരം പിടിച്ച് വരികയാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. എടാ എൽദോ, നിന്നെ സിനിമയിലെടുത്തടാ. സിനിമയിലാ? നിന്നെ സിനിമയിലേക്ക് കൊണ്ടുപോകാനാണ് ആശാൻ കാറും കൊണ്ടുവന്നേക്കണത്. ആശാന്, എന്റെ ആശാന്, ആശാൻ എന്റെ ദൈവമാണ് ആശാന്. എഴുതേക്ക്. എഴുതോ പണ്ട് നമ്മുടെ സ്നാപയോ എന്ന നാടകത്തില് സലോമിയായിട്ട് അഭിനയിച്ചൊരു പെണ്ണില്ലേ? അവളെ നീ എവിടെ കൊണ്ടുവന്നത്? അതെ, അവളെ വേണം. എന്തിന്? നമ്മുടെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ. എന്താ അവളുടെ പേര്? അവളുടെ പേര് എന്റെ ദൈവമേ, പേര് വേണ്ട. പേര് കിട്ടിയില്ലേലും കുഴപ്പമില്ല. നമുക്ക് വേറെ പേരിടാം. അവളുടെ വീട് എവിടെയാണെന്നറിയാവോ? അതെനിക്കറിയാം. എന്നാ പിന്നെ വണ്ടിയിലോട്ട് കയറി. എന്റെ അമ്മോ, കുറെ ദൂരെയാണ്, ചെല്ലാൻ സന്ധ്യയാവും. കുറെ വളവും തിരിവൊക്കെ ഉണ്ട്. വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണിത്. അണ്ണാ നീ വണ്ടിയിലോട്ട് കയറി. ഏത് പാതിരാത്രി ആണെങ്കിലും നമ്മൾ അവളുടെ വീട്ടിൽ ചെന്നിരിക്കാം. എല്ലാരും കേരള കേറടാ. ഒരലി കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുവോ? ഓർത്തില്ലേ? മടിയിന്നിറങ്ങ. നിർത്ത്. സ്റ്റോപ്പ്. ആശാനെ, ദാ കാണുന്നതാണ് വീട്. ആശാനും സാറും കാറിൽ തന്നെ ഇരുന്നാ മതി. ഞങ്ങൾ പോയി വേഗം വിളിച്ചിട്ട് വരാം. വേഗം വരണേ. അതേ വന്നി. അണ്ണാ, അക്രമ ഓട്ടോ ആയി പോയെന്നാ. ഇതെന്താ തീവണ്ടിയാണോ? പുകയൊക്കെ വരുന്നുണ്ടല്ലോ. വണ്ടി അങ്ങനെ കത്തുവോ? വണ്ടിയിൽ അണ്ടകടാകം വരെ ചൂടായി പോയി. അണ്ണാ, ഇത് ആ വീടല്ലേണ്ണ? ഏത് വീട്? നിങ്ങളുടെ നാടകത്തിൽ നോളിച്ചോടിയ പെണ്ണില്ലേണ്ണ ശകുന്തള? അവളുടെ വീടല്ലേണ്ണ ഇത്? ശകുന്തളയുടെ വീടാ? ശകുന്തള. അവളുടെ പേര് കിട്ടി, ശകുന്തള. എടോ, തനിക്കത് നേരത്തെ പറഞ്ഞു തൊലച്ചൂടായിരുന്നു. മലന്നുപോയി. ആശാനെ, പോയാശാനെ, അവള് കൈവിട്ടു പോയി. വേറെ ആരോട്ടൊക്കെ മദ്രാസിൽ നിന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാ വിടണ വണ്ടി മദ്രാസിലേക്ക്.
മദ്രാസിലേക്കോ? ആ ഇപ്പൊ വിട്ടാ നാളെ വൈകുന്നേരത്തിന് മുമ്പ് മദ്രാസ് ചെന്നുള്ള പൊക്കം. കേരള എല്ലാം കയറി അട്ടിയിട്. കേറാൻ പറ്റത്ത്. ഇങ്ങോട്ട് മാറിയുന്നേ. വണ്ടി കേടാണ്. ദേ കണ്ടില്ലേ, പോവില്ല. കേടാണെങ്കിൽ എന്താ തള്ളിയാ പോലെ, എല്ലാരും കൂടെ തള്ളടാ. ഞങ്ങൾ തള്ളാം സാറേ, വേണമെങ്കിൽ മദ്രാസ് വരെ തള്ളാം. എന്നാ പിന്നെ തള്ളു. തള്ളിക്കോളാം. മോണത്തിടച്ച് വണ്ടി കയറേ. സാറേ വേണ്ടി വന്ന മദ്രാസ് ഇങ്ങോട്ട് തള്ളാം. പിടിച്ചോ. സഞ്ജയ് തള്ളടാ. പിടിച്ചോ. ഈ സ്റ്റാർട്ടാക്കി. കേറിക്കോ, വണ്ടി കേറ്. അയ്യോ ആശാനേ, ആള് കയറാനുണ്ട്. അതോ ആള് കയറാനുണ്ട്. വണ്ടി നിർത്തേ. എടാ നിർത്തടാ വണ്ടി, എന്റെ പിള്ളേരെ കൂടെ കേട്ടടാ. അവര് കാണട്ടടാ മദ്രാസ്. മദ്രാസിലേക്കല്ല, തന്റെ കാല് തല്ലി ഓടിക്കാനാ കൊണ്ടുപോകുന്നത്. അയ്യോ രക്ഷിക്കളെ, എന്റെ കാൽ തല്ലി ഓടിക്കാൻ കൊണ്ടുപോവാളെ ഇവന്മാരെ. ഓടി വായോ, വണ്ടി നിർത്തടാ. ഛേ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. പൊന്നപ്പാ, ഇയാളെ എന്താ ചെയ്യേണ്ടത്? നിർത്തിയിട്ട് കൊക്കയെ തട്ടിയാലോ? എന്റെ കാല് തല്ലി ഒടിച്ച് കൊക്കെ തട്ടാൻ ഇവന്മാര് പ്ലാനിടുന്നേ. ഒന്ന് മിണ്ടാതെ കിടക്കണോ പണ്ടാരം. അയ്യോ അയ്യോ. അയ്യോ, അതുകൊണ്ട് വല്ല യക്ഷോ മറ്റോ ആണോ? ഏയ്, ഇത് മറ്റേ കേസാ. നീ ഹോണടിച്ച് വണ്ടി വിട്. വണ്ടി കൊണ്ട് കേട്ടാതെ വെട്ടിച്ച് മാറ്റണം. നീ എന്തോ ചാകാരെ വാങ്ങിയിരിക്കുവാന്നോ? അതെ, ഞാൻ ചാകാൻ തന്നെ ഇറങ്ങിയിരിക്കുക. ഞങ്ങളെ വണ്ടി മാത്രമേ കിട്ടിയുള്ളൂ നിനക്ക് ചാടിച്ചാവാൻ. വേറെ എത്രയോ വണ്ടികൾ ഇതുവഴി പോകുന്നുണ്ട്. ദാ വരുന്നൊരു വണ്ടി, പോയി ചാടിച്ചാവ്. അണ്ണാ, അണ്ണാ ചെന്ന് പിടിക്കുന്ന. എന്തിന്? പോയി ചാവട്ടടാ. അങ്ങനെ പറയല്ലേണ്ണ, ചത്ത നമ്മൾ സമാധാനം പറയേണ്ടി വരും, സാക്ഷി പറയേണ്ടി വരും. പിന്നെ കോടതി കയറി ഇറങ്ങാനേ സമയം കാണുള്ളൂ. ചെല്ലണ്ണ, പിടിച്ചു മാറ്റണ, അങ്ങോട്ടേന്ന് പിടിച്ചു മാറ്റണ. ഓരോരോ പണ്ടാരങ്ങളും. ഇങ്ങോട്ട് വരാൻ. ഭാര്യയും ഭർത്താവും ആണെങ്കിൽ റോഡിലല്ല, വീട്ടിൽ പോയി കിടന്ന് വഴക്കുണ്ടാക്കി. ഭാര്യ തന്റെ വണ്ടി എടുത്തോണ്ട് പോടോ കളവാം. എന്നിട്ടെന്തിനാ ചാവാനല്ലയോ? അങ്ങനെ ഇപ്പൊ നീ ഞങ്ങളെ മുമ്പിൽ കിടന്ന് ചാവണ്ട. നീ ചാവണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നീ ചത്തോ, ഞങ്ങൾ പോയിട്ട് ചത്തോ. കോടതി കയറാനും സാക്ഷി പറയാനൊന്നും ഞങ്ങളെ കിട്ടത്തില്ല. അവിടെ കിടക്ക്. ബോധം തെളിയുമ്പോ നീ മരിക്കോ ജീവിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പൊന്നപ്പാ, നീ വണ്ടി കയറാ. അണ്ണാ, എന്താടാ ഇവള് പോരേന്നാണ് നീ. എനിക്കാ? എന്തിന്? അണ്ണന്റെ നാടകത്തിലേക്ക് ഇവള് പോരേന്ന്. ഇവളാ ഈ ചാകാൻ നടക്കുന്നവളാ. ചാവാൻ നടക്കുന്ന ചിലപ്പോ ഗതികേട് ഉണ്ടായിരിക്കും. ജീവിക്കാൻ ഒരു മാർഗം കിട്ടുന്നുണ്ട് ചിലപ്പോ സമ്മതിച്ചെങ്കിലോ. എന്തായാലും അണ്ണൻ വിചാരിക്കണ പോലെ നടിയെ കിട്ടാൻ പോണില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയണത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ. ഒത്താൽ അണ്ണനൊരു നടി, അവക്കൊരു ജീവിതവും. അണ്ണാ, പാവണ്ണ, അവക്കൊരു ജീവിതം കൊടുക്കണ. ഒരു കൈ നോക്കല്ലേടേ. ആ അണ്ണ, എന്നാ വാ പൊക്കാം. നീ കാല് പിടി. നല്ല തറവാട്ടി പറഞ്ഞ പെണ്ണാണെന്ന്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതിന് വെയിറ്റ് കണ്ടാലോ അറിഞ്ഞു. അപ്പൊ നിന്റെ വെയിറ്റ് അനുസരിച്ച് നിനക്ക് തറവാടേ കാണത്തില്ലല്ലോ. ഒന്ന് പോടാ. അണ്ണാ, എന്താടാ പിന്നെയും കണ്ണാ? അയാൾ എവിടെയെന്നാ? ഏയാള് കെടുവാസി സാശൻ. ശരിയാണല്ലോ. അയാളെവിടെ? ഈ ബഹളത്തിനിടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങി പോയിട്ടുണ്ടാവോ? പോട്ട്, ഏതായാലും നന്നായി. നീ വണ്ടി വിട്.